എന്തായാലും ഡൽഹിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ബി.ജെ.പി. ഭൂരിഭാഗം സർവേകളും ഡൽഹിയിൽ ബി.ജെ.പിയുടെ തിരിച്ചുവരവ് പ്രവചിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാകുമെന്നാണ് എ.എ.പിയുടെ കണക്കുകൂട്ടൽ. ഡൽഹിയിൽ ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും ഡൽഹിയിൽ ബി.ജെ.പിക്ക് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. എന്തായാലും ഇനി വോട്ടെണ്ണൽ ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. പക്ഷേ പല കാര്യങ്ങളും ബി.ജെ.പിക്ക് മുൻതൂക്കം നൽകുന്നുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയമായും നൽകുന്ന വിശകലനം. നമുക്ക് എങ്ങനെ വിലയിരുത്താം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ? രോഹിണി, എക്സിറ്റ് പോളിന് മുൻപ് പ്രചരണ ഘട്ടത്തിലും ബി.ജെ.പി. തന്നെയാണ് മുൻതൂക്കം ഉണ്ടായിരുന്നത്. പ്രചരണത്തിന്റെ ഘട്ടത്തിൽ ജനങ്ങളുമായി സംവദിക്കുന്ന സമയങ്ങളിലെല്ലാം ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു തരംഗം രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് താഴെ തട്ടിലുള്ള സമൂഹവും മിഡിൽ ക്ലാസും, ഈ രണ്ട് വിഭാഗമാണ് 60% ഡൽഹിയിലെ വോട്ടർമാർ. അവരുടെ ഒരു പിന്തുണ ഈ തവണ ബി.ജെ.പി. ആർജിക്കുന്ന ഒരു കാഴ്ച നമുക്ക് പൊതുവെ കാണാൻ കഴിയുമായിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളും ഏതാണ്ട് അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും ബി.ജെ.പി. 40-ന് മുകളിൽ സീറ്റുകൾ നേടി, അതായത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ഒരു ഐതിഹാസികമായ വിജയം ഡൽഹിയിൽ പ്രവചിക്കുന്നുണ്ട്. 27 വർഷങ്ങൾക്ക് ശേഷം ബി.ജെ.പി. ഡൽഹിയുടെ അധികാരം തിരിച്ചു പിടിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ അഭിപ്രായ സർവേകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ വിശദീകരിക്കുന്നത് ഈ എക്സിറ്റ് പോളുകൾ തെറ്റാണ് എന്നുള്ളതാണ്. പലപ്പോഴും എക്സിറ്റ് പോളുകൾ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് തെറ്റാറുണ്ട്. അതിന്റെ ഒരു ആവർത്തനമായിരിക്കും ഇത്. അതല്ലാതെ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന നിലപാടിൽ ആം ആദ്മിയും അതേ നിലപാട് വിശദീകരിക്കുകയാണ്. പക്ഷേ ബി.ജെ.പിയും ആം ആദ്മിക്കും അപ്പുറം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വലിയ തകർച്ചയെപ്പറ്റി എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് വിജയിക്കില്ല എന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. 2015-ലും 2020-ലും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഡൽഹിയിൽ ലഭിച്ചിരുന്നില്ല. അതേ രീതിയിലുള്ള ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഉണ്ടാകുമെന്ന് എക്സിറ്റ് പോളുകൾ ഒരുപോലെ വിശദീകരിക്കുന്നുണ്ട്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.